എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ അലീന ഒരുപാട് അവരോട് പൊരുതി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. രോഹിത്തിനോടാണ് അലീനയുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാൻ പറയുന്നത് ഹരി. അന്നേരം രോഹിത്ത് അടുത്തോട്ട് ചെല്ലുന്നതേ അലീന പറയുന്നുണ്ട്, മോനെ നീ അതങ്ങനെ ചെയ്യരുത്, ഞാൻ ആരാണ് എന്ന് നിനക്കറിയില്ല, അങ്ങനെ ചെയ്യില്ലേ എന്നൊക്കെ പറയുവാണ്. പിന്നെയും രോഹിത്ത് അടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും സഹി കേട്ട് അലീന ഉള്ള ശക്തിയെടുത്ത് രോഹിത്തിൻ്റെ മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തല്ലുന്നുണ്ട്. രോഹിത്ത് പിടിച്ച് വലിച്ച് കട്ടിലേക്ക് ഇടും. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് രോഹിത്തിൻ്റെ മുഖം അങ്ങ് മാന്തി പറിച്ചെടുക്കുക കേട്ടോ അലീന. അലീനയ്ക്ക് പറ്റുന്നത് പോലെ പ്രതിരോധിക്കുന്നുണ്ട്. അന്നേരം മുഖം മുറിഞ്ഞ് ദേഷ്യത്തിന് അലീനെ പിടിച്ച് ബലമായിട്ട് പിടിച്ചു വെക്കാൻ നോക്കുവാണ്. അന്നേരം വീണ്ടും രോഹിത്തിൻ്റെ ഡ്രസ്സ് കയറി മുറുക്കി പിടിക്കും അലീന. അദ്ദേഹം ഹരിയങ്ങടെ വന്ന് പിടിപ്പിക്കാൻ നോക്കുവാണ്. അപ്പോൾ രണ്ടുപേരൂടെ ആഞ്ഞു പിടിക്കുമ്പോഴേക്കും തെറിച്ചു പോയി അലീന ആ ടേബിളിൻ്റെ അങ്ങോട്ട് പോവാണ്. അവിടെ നിന്നാണ് അലീനയുടെ കൈകളിലേക്ക് കത്രിക കിട്ടുന്നത്. അവിടെ തപ്പി എടുക്കുന്നതാണ്. ആ കത്രിക എടുത്ത് എൻ്റെ അടുത്തേക്ക് വരരുത്, വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുത്തും എന്ന് പറഞ്ഞ് നിൽക്കുവാണ് അലീന. അന്നേരം ഒന്ന് പേടിക്കുന്നുണ്ട് രോഹിത്ത്. പക്ഷേ ഹരി പറയുന്നതെന്ന് പറയും, എടാ ആ കയ്യിലിരിക്കുന്ന ആ കത്രിക മേടിച്ച് വലിച്ച് എറിഞ്ഞ് കളയടാ എന്ന്. അന്നേരം അടുത്തേക്ക് ചെല്ലുവാണ് രോഹിത്ത്. അന്നേരം എന്നെ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞ് ആ കത്രിക എടുത്ത് വലിച്ച് മുറുക്കി വയറിലോട്ട് ഒരൊറ്റ കുത്താണ് അലീന. ഇത് കണ്ട് രണ്ടുപേരും പേടിച്ചു പോകുന്നുണ്ട്. അലീന വേദന സഹിച്ചിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നു. പേടിച്ച് നിൽക്കുവാണ് അവർ രണ്ടുപേരും. ഈ സമയം ഇത്രയും നേരമായിട്ട് അലീനയെ കാണാത്തതുകൊണ്ട് മുത്തശ്ശി താഴെ കിടന്ന് വിളിക്കുന്നുണ്ട്, മോളെ അലീനെ നീ അവിടെ എന്തെടുക്കുക, എന്താ ഇങ്ങോട്ട് വരാത്തത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വിളിക്കുന്നുണ്ട്. ഈ സമയം അലീന ആ കുത്തിയ കത്രിക മുറുക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. വേദന സഹിക്കാൻ മേല. എങ്കിലും അലീനയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും തൻ്റെ ദേഹത്ത് ഒരുത്തിനെ തൊടാൻ സമ്മതിച്ചില്ലല്ലോ എന്നൊരു പുഞ്ചിരിയും സന്തോഷവും ഉണ്ട്. വേദന കടിച്ച് പിടിച്ച് ചിരിച്ചുകൊണ്ടാണ് അലീന ബോധം കിട്ടി വീഴുന്നത്. അത് കണ്ടത്തേക്കും പേടിയാവുന്നു രോഹിത്തിന്. എടാ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിവിടെ കിടന്ന് ചത്തുപോയാൽ നമ്മൾ എന്നാ ചെയ്യുന്നു ചോദിക്കുന്നതേക്കും നീ കിടന്ന് വെപ്രാളപ്പെടാതെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയും. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് ഹരി രോഹിത്തിനെ കൊണ്ട് പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ്. പക്ഷേ ഇറങ്ങി സ്റ്റെയറിൻ്റെ അവിടെ വരെ ചെല്ലുമ്പോഴേക്കും രോഹിത്ത് പറയുവാണ്, എടാ അവൾ എൻ്റെ മുറി കിടന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അകത്ത് പോകുകയില്ലേ, എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അവന്മാർ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് അലീനെ എങ്ങനെയെങ്കിലും പൊക്കിയെടുത്ത് താഴെ കൊണ്ടേ ആക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. എന്നിട്ട് അന്നേരമാണ് റൂമിൽ ബ്ലഡ് കിടക്കുന്നത് കാണുന്നത്. അന്നേരം പെട്ടെന്ന് ഹരി പറയും, ടിഷ്യൂ എടുത്ത് ആ ബ്ലഡ് എല്ലാം തുടച്ച് കളയാമെന്ന്. എന്നിട്ട് പെട്ടെന്ന് രണ്ടുപേരുടെ ടിഷ്യൂ എടുത്ത് ആ ബ്ലഡ് എല്ലാം തുടച്ച് കളഞ്ഞിട്ട് ആ ടിഷ്യൂ കൊണ്ട് ബാത്റൂമിലിട്ട് ഫ്ലഷ് ചെയ്യുവാണ്. അതുപോലെ അവർ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് എടുത്ത ഗ്ലാസ് പെട്ടെന്ന് കഴുകി വയ്ക്കുമല്ലോ, ഫോറൻസിക് ടെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങുമെന്ന് പറഞ്ഞിട്ട് അതും കഴുകാനായിട്ട് രോഹിത്തിൻ്റെ കൊടുത്തു വിടുവാണ് ഹരി. ഈ സമയമെല്ലാം നമ്മുടെ രേവതിക്കുട്ടി അലീനയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഫോൺ കണക്റ്റായി കിട്ടാതെ അലീനയെ കിട്ടാതെ വരുമ്പോൾ നല്ല പേടിയാവുന്നുണ്ട് രേവതിക്ക്. അതുപോലെ ഹരി പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട് ആരെങ്കിലും പുറത്തുണ്ടോയെന്ന്. ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അകത്ത് വരുന്നു. എന്നിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് അലീനയും കൊണ്ട് പുറത്തേക്ക് പോകുന്നത്. ആ സ്റ്റെയറിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും അമ്മമാർക്ക് കൈ കഴിക്കും. വെയിറ്റ് ആകുന്നവനെ താഴെ വയ്ക്കും. അന്നേരം രോഹിത്ത് വീണ്ടും റൂമിൽ വന്ന് ഒന്നുകൂടെ നോക്കുന്നുണ്ട് ബ്ലഡോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. എന്നിട്ട് കസേരയൊക്കെ നേരെ ഇട്ടിട്ട് പിന്നെ ഇറങ്ങി വരുന്നു. എന്നിട്ട് നേരെ താഴെ വരെ കൊണ്ടെത്തിക്കുവാണ് അലീനെ. താഴെ കൊണ്ട് സ്റ്റെയറിൻ്റെ തൊട്ട് താഴെ കിടത്തിയതിന് ശേഷം സ്റ്റെയറിലുള്ള ബ്ലഡ് എല്ലാം തുടച്ച് കളയുന്നു. എന്നിട്ട് അതും കൊണ്ട് ഫ്ലഷ് ചെയ്യാനിട്ടിട്ടാണ് അവന്മാർ അവിടുന്ന് പോകുന്നത്. പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും അലീനയുടെ ഫോൺ അവിടെ നിന്ന് റിങ് ചെയ്യും. അന്നേരം ആ ഫോണും എടുത്തുകൊണ്ടാണ് അവിടുന്ന് ഇറങ്ങുന്നത് ഹരി. ഇതൊക്കെയാണ് എപ്പിസോഡിൽ കാണിച്ചത്. പിന്നെ കാണിക്കുന്നത് പ്രമോയാണ്. പ്രമോയിൽ അവർ ആ ഫോൺ എടുത്തുകൊണ്ട് വന്നായിരുന്നല്ലോ അലീനയുടെ, അത് അടുത്തുള്ളൊരു കുളത്തിലേക്ക് എറിഞ്ഞ് കളയുന്നു. എന്നിട്ട് രോഹിത്ത് പറയും, അവൾ മരിച്ചില്ലെങ്കിലും പ്രശ്നമാവില്ലൂടെ, എന്ത് ചെയ്യുമെന്ന്. അതുപോലെ നമ്മുടെ രേവതിക്കുട്ടി ഒരുപാട് തവണ വിളിച്ചിട്ടും കിട്ടാതെ ആകുമ്പോൾ ആകെ ടെൻഷനോടെ ഗ്രേസിയമ്മയോട് പറയുന്നുണ്ട്, അലീന ചേച്ചി രോഹിത്തിൻ്റെ റൂമിലേക്ക് നാരങ്ങ വെള്ളമായിട്ട് പോയി, അതിനുശേഷമാണ് വിളിച്ചിട്ട് കിട്ടാത്തത്. ആ രോഹിത്തേട്ടൻ്റെ സ്വഭാവം അത്ര നല്ലതൊന്നും അല്ല എന്ന് ഗ്രേസിയമ്മയോട് പറയുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെയാണ് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മാസ് സീനാണ്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആ റൂബി പട്ടി ഉണ്ടല്ലോ, അത് രോഹിത്ത് അങ്ങോട്ട് ഹരി കയറി പോയപ്പോഴേ ഭയങ്കരമായിട്ട് കുരയ്ക്കുമല്ലായിരുന്നോ. അത് കുരച്ച് ബഹളം വെച്ച് അവരുടെ വീട്ടിലോട്ട് വരുന്നു, അലീനയുടെയൊക്കെ വീട്ടിലോട്ട് വരുന്നു. എന്നിട്ട് വീണ്ടും ബഹളം വെച്ച് തിരിച്ചു പോയി അവിടെ പോയി അപ്പുറത്തെ വീട്ടിലെ അയാളെ വിളിച്ചുകൊണ്ട് വരും, ഓണറെ വിളിച്ചുകൊണ്ട് വന്ന് ബഹളം വയ്ക്കുക. അന്നേരം അങ്ങനെ ആ വാതിൽ തുറന്ന് നോക്കുമ്പോഴാണ് അലീന ഇങ്ങനെ ബോധം കെട്ടി വീണ് കിടക്കുന്നത് കാണുന്നത്. അന്നേരം ആംബുലൻസ് വിളിക്കുന്നു, അലീനെ അവിടുന്ന് കൊണ്ടുപോകുന്നു. ഇതൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചത്. നല്ല തരിച്ചിരിക്കുന്ന എപ്പിസോഡായിരുന്നു.